نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച വിത്റിലെ ഖുനൂത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിലെ അവസാനത്തെ 3 വാചകങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്, നിശ്ചയം അല്ലാഹുവെ, നീ വിലായത്തേറ്റെടുത്തവർ, നീ സംരക്ഷണമേറ്റെടുത്തവർ, നീ സംരക്ഷിച്ചവർ, അവരെ നിന്ദ്യതയിലാക്കാൻ ആരുമില്ല, അവർ നിന്ദ്യതയിലാവുകയില്ല. വലാ യഇസ്സു മൻ ആദൈത്, നിന്നോട് ശത്രുത പുലർത്തുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിരോധവും ശത്രുതയും പുലർത്തുന്നവർ, അവൻ്റെ ദീനിനോട് എതിരിട്ട് നിൽക്കുന്നവർ, വലാ യഇസ്, അവർ പ്രതാപം നേടുകയുമില്ല, അവർക്ക് പ്രതാപം ലഭിക്കുകയില്ല. ഇതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് എന്ന വാക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ വതവല്ലന ഫീമൻ തവല്ലൈത് എന്നതിനോട് ബന്ധമുള്ള വാചകമാണ്. എന്താണ് വതവല്ലന ഫീമൻ തവല്ലൈത്? അല്ലാഹുവേ, നീ വിലായത്തേറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ, ഞങ്ങൾക്കും നിന്റെ വിലായത്ത് നൽകണമേ. വിലായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം, അവൻ്റെ തൗഫീഖ്, അവൻ്റെ കാവൽ, അവൻ്റെ കാരുണ്യം, അള്ളാഹു എന്നുള്ള സഹായം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുന്ന അവൻ്റെ ഔലിയാക്കൾ, അവൻ ഏറ്റെടുത്ത അവൻ്റെ ഔലിയാക്കൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. എന്തിനാണത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത് നമുക്ക് ലഭിക്കേണ്ടത്? അതിനുള്ള ഉത്തരാണ് ഈ വാചകം. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്, നീ ആർക്കാണോ വിലായത്ത് നൽകുന്നത് അവർ നിന്ദ്യരാവുകയില്ല. അതുകൊണ്ട് നിന്റെ വിലായത്ത് ഞങ്ങൾക്ക് ലഭിക്കണം. അത് നേരത്തെ നമ്മൾ ചോദിച്ചു. വതവല്ലനി ഫീമൻ തവല്ലൈത്, എന്തിന്? ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്, നീ ആർക്കാണോ വിലായത്ത് നൽകുന്നത്, നീ ആരുടെ സംരക്ഷണമാണോ ഏറ്റെടുക്കുന്നത്, ആരാണോ നിന്റെ ഔലിയാക്കളായി തീർന്നത്, അവരൊരിക്കലും നിന്ദ്യരാവുകയില്ല, വഷളാവുകയില്ല. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്. ഇനി ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത് ലഭിക്കുക? അള്ളാഹുവിൻ്റെ വിലായത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ നിന്ദ്യരാവുകയില്ല, നമ്മൾ പ്രതാപികളാകും. മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്രതാപവും അവരുടെ അന്തസ്സും അവർക്ക് ഇസ്സത്തും ലഭിക്കണമെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി മാറണം. എങ്ങനെയാണ് അത് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു സൂറത്ത് യൂനുസിൽ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയുമില്ല, അവർ ദുഃഖിക്കുന്നവരുമല്ല. എന്തിനെക്കുറിച്ചുള്ള പേടിയില്ല? മരിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ എന്തായിരിക്കും തങ്ങളുടെ ഭാവി എന്നതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് പേടിയില്ല. അവരാഖിറം സേഫാണ്, അവരാഖിറത്തിൽ സുരക്ഷിതരാണ്, അവർക്ക് സ്വർഗമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. ആ മലക്കുകൾ അവർ മരിക്കുന്ന സമയത്ത് വന്ന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. വലാഹും യഹ്സനൂൻ, ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ നഷ്ടങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നവരുമല്ല, ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരുമല്ല, ആഖിറത്തിൽ എന്തു സംഭവിക്കും എന്ന ഭയപ്പാടിൽ പേടി പിടികൂടുന്നവരുമല്ല അവർ. ഇങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. എന്നിട്ട് പറയാണ് അല്ലദീന ആമനു, അവരാരായിരിക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? അവർ ഈമാനുള്ളവരായിരിക്കും. അവരുടെ ഒന്നാമത്തെ വിശേഷണം ഈമാനാണ്. വകാനു യത്തഖൂൻ, രണ്ടാമത്തെ വിശേഷണം അവർ തഖ്വയുള്ളവരാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകാനുള്ള 2 നിബന്ധന, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുള്ള 2 ഗുണം, ഒന്ന് ഈമാനാണ്. ഈമാൻ എവിടെ വേണ്ടത്? ഖൽബിലാണ്. ഈമാൻ ആന്തരികമായി അവർ സ്ഥാപിക്കണം, തൗഹീദുള്ളവരാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ, ഈമാൻ കൈക്കൊള്ളാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈമാൻ കാര്യങ്ങളിൽ, അള്ളാഹുവിൽ, അവൻ്റെ മലക്കുകളിൽ, അവൻ്റെ കിതാബുകളിൽ, മുർസലീങ്ങളിൽ, ഖിയാമത്ത് നാളിൽ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാൻ ഖലാ ഖദറിൽ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൈക്കൊള്ളാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അവർക്ക് ഈമാൻ ഉണ്ടാകും, ഉറച്ച ഈമാൻ ഉണ്ടാകും. അവരുടെ ഉള്ളിൽ അവർ ഈമാനിന്റെ വേരുറപ്പിച്ചിട്ടുണ്ടാകും. വകാനു യത്തഖൂൻ, ബാഹ്യമായി അവർ തഖ്വ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. പുറമേക്ക് തഖ്വ എവിടെയാണ് പ്രകടമാവുക? നമ്മുടെ അമലിലാണ്. ഉള്ളിൽ ഈമാൻ ഊട്ടിയുറപ്പിച്ച് പുറമേക്ക് തഖ്വ പാലിക്കുന്നവരായിരിക്കും. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഒഴിവാക്കുന്നു, അവൻ നിർബന്ധമാക്കിയതെല്ലാം പ്രവർത്തിക്കുന്നു. ഇതാണ് തഖ്വ. അപ്പൊ ഉള്ളിൽ ഈമാൻ ഊട്ടിയുറപ്പിച്ച് പുറമെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം പ്രവർത്തിച്ച് അവൻ ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കി ജീവിക്കുന്നവർ. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഇങ്ങനെയുള്ളവരാണ് അള്ളാന്റെ ഔലിയാക്കൾ. ഇങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലായത്ത് നൽകുക. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിലായത്ത് നൽകിയാൽ അവർ പിന്നെ വഷളാകുകയില്ല. അവരെ നിന്ദിക്കാൻ, അവരെ അപമാനിക്കാൻ, അവരെ അപായപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ആരാണ് അള്ളാന്റെ ഔലിയാക്കൾ എന്ന് അദ്ദേഹം പറയാണ്. മൻ കാന മുഅ്മിനൻ തഖിയൻ കാന ലില്ലാഹി വലിയൻ, ആരാണോ അള്ളാഹുവിൽ ഈമാൻ ഊട്ടിയുറപ്പിച്ച തഖ്വയുള്ളവനായി ജീവിക്കുന്നത് അവൻ അള്ളാന്റെ വലിയാണ്. അവരാണ് യഥാർത്ഥത്തിൽ വലിയ. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിസ്കാരവുമില്ല, നോമ്പുമില്ല, ബാഹ്യമായൊരു മുസ്ലിമിന് ഉണ്ടാകേണ്ടുന്ന അടയാളങ്ങളില്ല, ചേലാകർമ്മം പോലും ചെയ്തിട്ടില്ല. അയാൾ മുസ്ലിമാണോ കാഫിറാണോ എന്നതിൽ നാട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ വ്യക്തതയില്ല. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അയാളങ്ങൾ മരണമടയുമ്പോൾ അയാളുടെ പേരിൽ ജാറം പൊന്തുന്നു, മൺകൂനകൾ മുളച്ചു പൊന്തുന്നു. എന്നിട്ട് അയാളുടെ പേരിൽ പുണ്യപുരുഷനായി ചിത്രീകരിക്കപ്പെടുകയും അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു വലിയായി കോലം കെട്ടപ്പെടുകയും എന്നിട്ട് ഉറൂസും ആണ്ടും നേർച്ചയും അതിൻ്റെ പേരിൽ ഒരു സമൂഹം മുഴുവൻ അവരുടെ ബുദ്ധിയും സമ്പത്തും അവരുടെ ദീനും പണയം വെച്ച് ശിർക്കിലാണ്ട് കുളിക്കുന്ന അവസ്ഥ നമ്മുടെ നാടിൽ വ്യാപകമായി കാണാം. ഇങ്ങനെയുള്ളവരല്ല അള്ളാന്റെ ഔലിയാക്കൾ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഈമാൻ ഊട്ടിയുറപ്പിച്ചവർ, തൗഹീദിൽ ലവലേശം പോലും വിട്ടുവീഴ്ച ചെയ്യാത്തവർ, അതോടൊപ്പം അള്ളാഹു ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കി നിർബന്ധമാക്കിയതെല്ലാം പ്രവർത്തിച്ച് തഖ്വ ചെയ്തവർ. കാന ലില്ലാഹി വലിയൻ, അവരാണ് അള്ളാന്റെ ഔലിയാക്കൾ. അള്ളാഹുവെ, ഇങ്ങനെ നീ വിലായത്ത് നൽകുന്നവർ ലാ യദില്ലു മൻ വാലൈത്, അവരെ നിന്ദിക്കാൻ ആരുമില്ല, അവർ നിന്ദിരാവുകയില്ല. ഇതാണ് അടുത്ത വാചകം. ശേഷമുള്ള വാചകം വലാ യഇസ്സു മൻ ആദൈത്, ഇതിന്റെ നേരെ എതിരാണ്. നിന്നോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ, നിന്നോട് ആരെങ്കിലും ധിക്കാരം പ്രവർത്തിച്ചാൽ, നിന്നോടെതിരിട്ടാൽ വലാ യഇസ്, അവൻ പ്രതാപിയാകുകയില്ല, അവന് പ്രതാപം നേടാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാൽ, ആരാണോ അള്ളാഹുവിനോടും അവന്റെ മലക്കുകളോടും മുർസലിങ്ങളോടും ജിബ്രീലിനോടും മീകായിലിനോടും ശത്രുത വെച്ച് പുലർത്തിയത്, ശത്രുവായി തീർന്നത്, ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, ഇങ്ങനെയുള്ള കാഫിറുകളോട് അള്ളാഹു ശത്രുവാകുന്നതാണ്. അള്ളാഹുവിനെയും അവന്റെ മുർസലുകളെയും മലക്കുകളെയും അതുപോലെ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും ധിക്കരിച്ച് കുഫറിലായി ജീവിക്കുന്നവർ അവരുടെ ശത്രു അള്ളാഹുവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ദീനിനോട് എതിരിട്ട് നിൽക്കുന്നവരാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ, ആരാണോ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരിട്ട് നിൽക്കുന്നത് അവരാണ് ഏറ്റവും നിന്ദരായിട്ടുള്ള ആളുകൾ, അവരാണ് ഏറ്റവും വഷളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ പ്രതാപം, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിലാണ്. ദീനിനെ പ്രതാപമായി, ദീനിൽ അന്തസ്സുള്ളവരായി നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതാപവും അന്തസ്സുമില്ല. അതില്ലാത്തവർ ഏറ്റവും വലിയ നിന്ദിതയിലാണെന്ന് നമുക്ക് ഉറപ്പാവും. അവർക്ക് എത്ര ഭൗതികമായ സ്ഥാനവും അധികാരവും വിഭവങ്ങളും കയ്യിലുണ്ടെങ്കിലും ദീനിലെ അവർ നിന്ദ്യരാണ്, അവരാത്യന്തികമായ നിന്ദ്യതയിലാണ്. അവർക്ക് നൈമിഷികമായി ലഭിക്കുന്ന ദുനിയാവിന്റെ എന്തെങ്കിലും മെച്ചപ്പെട്ട നിലവാരങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതാണ് അഭിമാനവും അന്തസ്സ് എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കുന്ന അദല്ലുന്നാസ്, നമ്മൾ ജനങ്ങളിൽ ഏറ്റവും നിന്ദ്യരായിരുന്നു. ജാഹിലിയത്തിനെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ ജാഹിലിയത്തിൽ നിന്ദ്യരായിരുന്നു. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാം കൊണ്ട് നമുക്ക് അന്തസ്സ് നൽകി, പ്രതാപം നൽകി.
ഫമഹ്മാ തത്ലുബുൽ ഇസ്സ ബിഗൈരിൽ ഇസ്ലാം യുദില്ലുനല്ലാഹ് അദല്ലനല്ലാഹ്. ഇസ്ലാം കൊണ്ടല്ലാതെ നമ്മൾ പ്രതാപം തേടിപ്പോയാൽ, ദുനിയാവ് കൊണ്ടോ ദുനിയാവിൽ എന്തെങ്കിലും വിഭവങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ നമ്മൾ പ്രതാപം തേടിപ്പോയാൽ അദല്ലനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തിലെ പോലെ നമ്മെ പതിത്വത്തിൽ നിന്ദ്യതയിലാക്കും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണം. അതുകൊണ്ട് ആരാണോ ദീനിനോട് എതിരിട്ട് നിൽക്കുന്നത്, ആരാണോ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരിട്ട് നിൽക്കുന്നത്, അവന്റെ ശത്രു അള്ളാഹുവാണ്, അള്ളാഹിന്റെ റസൂലാണ്, അവർ നിന്ദ്യതയിലാണ്. വലാ യഇസ്സു മൻ ആദൈത്, അള്ളാഹുവിനോട് ശത്രുത പ്രഖ്യാപിച്ച ദീനിനോട് എതിരിട്ട് നിൽക്കുന്നവർക്ക് പ്രതാപമില്ല, അവർ നിന്ദ്യതയിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ വാചകം ഖുനൂത്തിൽ നമ്മൾ ആവർത്തിക്കുകയാണ്. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത്. അവസാനത്തെ വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനോഹരമായി അളവറ്റ് അവനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഖുനൂത്തിന്റെ വാചകം അവസാനിപ്പിക്കുകയാണ്. ഏതാണ് അവസാനത്തെ വാചകം? തബാറക്ത റബ്ബനാ വ തആലൈത്. ഇത് അള്ളാഹുവിനുള്ള പുകഴ്ചയാണ്, അവനെ സ്തുതിക്കുകയാണ്, അവനെ വാഴ്ത്തുകയാണ്. തബാറക്ത റബ്ബന, ഞങ്ങളുടെ റബ്ബേ നീ അനുഗ്രഹ സമ്പൂർണനാണ്, നീ ബറക്കത്തുറ്റവനാണ്, നിന്നിൽ മാത്രമാണ് സകല നന്മയും പൂർണാർത്ഥത്തിൽ അതിന്റെ പാരമ്യതയിൽ വിശാലമായി ഉൾക്കൊള്ളുന്നത്. എല്ലാ നന്മയും അതിന്റെ പൂർണാർത്ഥത്തിൽ അളവറ്റ രൂപത്തിൽ അനാദിയായി അനന്തമായി അതിന്റെ പാരമ്യതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ മാത്രമാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ നീ എല്ലാ ബറക്കത്തുകളും ഉൾക്കൊള്ളുന്ന അനുഗ്രഹ സമ്പൂർണനാണ്. വ തആലൈത്, അതോടൊപ്പം നീ ഔന്നത്യമുള്ളവനാണ്, നീ ഒലുവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒലുവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവന്റെ ദാത്ത് കൊണ്ട്, അവന്റെ അസ്തിത്വം കൊണ്ട് അവന്റെ സ്ഥാനം ഉപരിയിലാണ്. ഏഴാകാശങ്ങൾക്ക് മുകളിൽ അവന്റെ സിംഹാസനമാകുന്ന അർശിന് മുകളിലാണ് അവന്റെ സ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ട് തന്നെ സകല സൃഷ്ടികൾക്കും ഉപരിയിലാണ്. അവന്റെ അർശ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ ഏറ്റവും വലുപ്പമുള്ള സൃഷ്ടിയാണ്, അതവന്റെ സിംഹാസനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗുണങ്ങൾ കൊണ്ട് നാമഗുണ വിശേഷണങ്ങൾ കൊണ്ടും ഉന്നതിയിലാണ്. അള്ളാഹുവിന്റെ ഏതേത് വിശേഷണങ്ങളുണ്ടോ ഏതേത് നാമങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം അർത്ഥവും ആശയവും അതുന്നതമായ ആശയങ്ങളും അർത്ഥങ്ങളുമാണ്. അതിൽ യാതൊരു കുറവുമില്ല, ന്യൂനതയുമില്ല, പൂർണ്ണത മാത്രമാണ്. ഇങ്ങനെ അല്ലാഹുവേ തബാറക്ത റബ്ബനാ വ തആലൈത്, നീ അനുഗ്രഹ സമ്പൂർണനാണ്, നീ പരമോന്നതനാണ് എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പുകഴ്ചയെ വാഴ്ത്തിക്കൊണ്ട് ഖുനൂത്തിന്റെ വാചകം അവസാനിപ്പിക്കുകയാണ്. ഇതാണ് സാമാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഖുനൂത്തിന്റെ വിശദീകരണം. ഇതിൽ ഓരോ വാചകങ്ങളും ഇതിനേക്കാൾ ആഴത്തിൽ വിശദമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ധാരാളം പാഠങ്ങളും തത്വങ്ങളും ഇസ്ലാമിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിശ്വാസകാര്യങ്ങൾ അടിത്തറകളും ഈ വാചകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആഴത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനപ്പുറത്ത് ഇതിൻ്റെ താല്പര്യത്തിനൊത്ത് ജീവിക്കുകയും അത് അമലിൽ കൊണ്ടുവരികയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും.